ഒച്ചുകളെക്കുറിച്ചുള്ള ചില ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ആണ് നമ്മുടെ ഈ വീഡിയോയിൽ. ആമയെപ്പോലെ ശരീരം സ്വന്തം പുറന്തോടിനുള്ളിൽ വലിച്ചു കയറ്റി ശത്രുക്കളിൽ നിന്നും സ്വയം രക്ഷിക്കാൻ കഴിവുള്ളവരാണ് ഒച്ചുകൾ. ലോലവും ആർദ്രവുമായ ഇവയുടെ ശരീരം വെയിൽ കൊണ്ടാൽ തന്നെ വരണ്ടുപോകും. അതിനാൽ രാത്രിയിലാണ് ഇവർ സജീവമാകുന്നത്. ഒച്ചിന്റെ പരന്ന അടിഭാഗം ആണ് ഒച്ചുകൾ പാദമായി ഉപയോഗിക്കുന്നത്. പാദത്തിലെ മസിലുകളുടെ താളത്തിലുള്ള വലിച്ചിലും ചുരുങ്ങലും വഴിയാണ് ഒച്ചുകളുടെ സഞ്ചാരം. ഒച്ചുകൾ ഇഴഞ്ഞു പോയ വഴികളിൽ ഒരു വഴുവഴുത്ത ദ്രാവകം, ഉണങ്ങിയ പാടുകൾ വെള്ള നിറത്തിൽ തിളങ്ങുന്നതായി ശ്രദ്ധിച്ചിട്ടില്ലേ? തറയിലുരഞ്ഞും യാത്രാ വഴിയിലെ മുനയും മൂർച്ചയുമുള്ള പലതിലും പോറിയും ലോലമായ അവരുടെ പാദത്തിൽ പരിക്ക് പറ്റാതിരിക്കാനാണ് ഒച്ചുകളുടെ ശരീരം പുറപ്പെടുവിക്കുന്ന കൊഴുത്ത ദ്രാവകമാണ് മ്യൂക്കസ്. ഒച്ചുകൾ സഞ്ചരിക്കുന്ന വഴിയിലെ കരടും പൊടിയും തൂത്തുമാറ്റാൻ ആണ് ചെറിയ രണ്ട് കൊമ്പുകൾ അവയുടെ തലയ്ക്ക് താഴെയുള്ളത്. ഒച്ചുകളുടെ ശരീരത്തിൽ ഇത്തരം സെറ്റിംഗ്സ് ഉള്ളതുകൊണ്ട് അവയ്ക്ക് മൂർച്ചയേറിയ ഒരു ബ്ലേഡിന് മുകളിലൂടെ പോലും ഇഴഞ്ഞു പോകാൻ കഴിയും. ഒച്ചുകൾ ഇഴഞ്ഞു പോയ ഉണങ്ങിയ പാടുകൾ മറ്റു ഒച്ചുകൾക്ക് ഇവയെ കണ്ടെത്താനും കൂടിയാണ്. നമ്മുടെ രക്തത്തിന് ചുവപ്പ് നിറത്തിന് കാരണമായ ഹീമോഗ്ലോബിന് പകരം ഒച്ചിന്റെ രക്തത്തിൽ ഹീമോസയാനിൻ എന്ന ചെമ്പ് അടങ്ങിയ പിഗ്മെന്റ് പ്രോട്ടീൻ ആണുള്ളത്. അതിനാൽ ഒച്ചിന്റെ രക്തത്തിന്റെ നിറം നീല നിറമാണ്. അതുപോലെ ഒച്ചുകൾക്ക് അവയുടെ ശരീരം 10 ഇരട്ടി വരെ വലിച്ചു നീട്ടാനാവും. ഒച്ചുകളുടെ ശരീരത്തിൽ ഉപ്പ് തൂവിയാൽ അവ ചാവുന്നതായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അതിന് കാരണം ഓസ്മോസിസ് എന്ന പ്രക്രിയയാണ്. ഒച്ചിന്റെ ശരീരത്തിന് പുറത്ത് ഉപ്പിന്റെ ഉയർന്ന സാന്ദ്രത ഒച്ചിന്റെ കോശങ്ങളിൽ നിന്നും വെള്ളം പുറത്തേക്ക് പോകാൻ കാരണമാകും. ദ്രുതഗതിയിൽ നിർജ്ജലീകരണം സംഭവിക്കുന്നതുകൊണ്ടാണ് അവ ചത്തുപോകുന്നത്. ഒച്ചുകളുടെ ശരീരത്തിൽ നിന്നും സ്രവിക്കുന്ന മ്യൂക്കസ് ആണ് അവയുടെ ശരീരം മൃദുലവും ഈർപ്പം നിലനിർത്തുന്നതും മിനുസമാർന്നതുമായി നിലനിർത്തുന്നത്. എന്നതുകൊണ്ട് തന്നെ ഒച്ചുകളുടെ മ്യൂക്കസ് സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലും ബ്യൂട്ടി തെറാപ്പികളിലും ഉപയോഗിക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മെല്ലെ പോക്കുകാരൻ ഒച്ച് ആളൊരു സംഭവമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.